15 വയസ്സുള്ള ഒരു കുട്ടി, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു ബാറ്റർ. 3 മത്സരങ്ങളിൽ അവസരം നൽകി, പിന്നെ പെട്ടെന്ന് പുറത്തിരുത്തി. ഇപ്പോൾ ആ തീരുമാനത്തിനെതിരെ ഇന്ത്യയുടെ മുൻ നായകൻ കൃഷ്ണമാചാരി ശ്രീകാന്ത് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. പരിശീലകൻ ഗൗതം ഗംഭീറിനും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കുമെതിരെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ T20 പരമ്പരയിൽ 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി വലിയ പ്രതീക്ഷയോടാണ് ടീമിലെത്തിയത്. IPL-ലും ജൂനിയർ ക്രിക്കറ്റിലും നടത്തിയ വെടിക്കെട്ട് പ്രകടനങ്ങൾ അദ്ദേഹത്തെ ദേശീയ ടീമിലേക്ക് എത്തിച്ചു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ 3 മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്ലേയിങ് 11-ൽ നിന്ന് ഒഴിവാക്കി. അതിന് പിന്നാലെ അയർലൻഡിനെതിരായ പരമ്പരയിലും ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിച്ചില്ല. 5ാം T20 മത്സരത്തിന് മുമ്പ് ടോസിനെത്തിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിനോട് വൈഭവ് പുറത്തായതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ടീമിന് മുന്നോട്ടുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ കണ്ടെത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. പക്ഷേ ഈ വിശദീകരണമാണ് മുൻ ഇന്ത്യൻ നായകൻ കൃഷ്ണമാചാരി ശ്രീകാന്തിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. യൂട്യൂബ് ചാനലിൽ സംസാരിച്ച ശ്രീകാന്ത് പറഞ്ഞു, ടോസിന് ശേഷമുള്ള ആ അഭിമുഖം കേട്ട് ഞാൻ വളരെ അസ്വസ്ഥനായി. അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ ലളിതമായിരുന്നു: വൈഭവ് എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ പരാജയപ്പെട്ടതുകൊണ്ടാണോ പുറത്തിരുത്തിയത്? അല്ലെങ്കിൽ അവസരം നൽകാനാണ് ടീമിലെടുത്തതെങ്കിൽ 3 മത്സരങ്ങൾക്ക് ശേഷം എന്തിനാണ് പെട്ടെന്ന് ഒഴിവാക്കിയത്? ശ്രീകാന്തിന്റെ വിമർശനം ഒരു താരത്തെ മാത്രം സംബന്ധിച്ചിരുന്നില്ല. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് യുവതാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. 15 വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് എത്തുന്ന ഒരാളുടെ ആത്മവിശ്വാസം വളർത്തേണ്ട സമയത്ത് തുടർച്ചയായ അവസരങ്ങൾ നൽകാതെ പുറത്തിരുത്തുന്നത് ശരിയായ സന്ദേശമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇതിനിടെ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം തന്നെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പരമ്പരയിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടികളാണ് നേരിട്ടത്. ടീം തിരഞ്ഞെടുപ്പും തന്ത്രങ്ങളും ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. മുൻ താരം മുഹമ്മദ് കൈഫും ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിലുള്ള ടീം മാനേജ്മെന്റിനെ വിമർശിച്ചിരുന്നു. യുവതാരങ്ങളെയും സീനിയർ താരങ്ങളെയും കൈകാര്യം ചെയ്ത രീതിയിൽ വ്യക്തതയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്നാൽ മറുവശം നോക്കുമ്പോൾ ഒരു വാദവുമുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു താരത്തിന് സ്ഥിരം സ്ഥാനം ഉറപ്പില്ല. ടീമിന്റെ ആവശ്യങ്ങൾ, പിച്ച്, എതിരാളികൾ, കോമ്പിനേഷൻ ഇവയെല്ലാം നോക്കിയാണ് പ്ലേയിങ് 11 തീരുമാനിക്കുന്നത്. അതിനാൽ വൈഭവ് പുറത്തായതിൽ തെറ്റൊന്നുമില്ലെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ ശ്രീകാന്തിന്റെ വാദം മറ്റൊന്നാണ്. പുറത്തിരുത്തിയതല്ല പ്രശ്നം, അതിന് നൽകിയ വിശദീകരണം, യുവതാരത്തെ കൈകാര്യം ചെയ്ത രീതിയുമാണ് പ്രശ്നം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വലിയ ചർച്ചയാണ് നടക്കുന്നത്. 15 വയസ്സുകാരന് കൂടുതൽ അവസരം നൽകേണ്ടിയിരുന്നോ, അല്ലെങ്കിൽ ഭാവി മുന്നിൽ കണ്ടുള്ള ടീം കോമ്പിനേഷൻ പരീക്ഷണം ശരിയായ തീരുമാനമായിരുന്നു? ഇരുവശത്തും ശക്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, വൈഭവ് സൂര്യവംശി ഇപ്പോൾ ഒരു പ്രതിഭയെ ഇന്ത്യൻ ക്രിക്കറ്റ് ദീർഘകാല നിക്ഷേപമായാണ് കാണുന്നത്. അതുകൊണ്ട് ഓരോ തീരുമാനവും ആരാധകരുടെ ശ്രദ്ധയിൽപ്പെടും. ഇനി വരുന്ന പരമ്പരകളിൽ വീണ്ടും അദ്ദേഹത്തിന് അവസരം ലഭിക്കുമോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിവാദം കൂടുതൽ ശക്തമാകുമോ? വൈഭവ് സൂര്യവംശിയെ പുറത്തിരുത്തിയ തീരുമാനം എങ്ങനെയാണെന്ന് ആരും തന്നെ വിശദീകരിക്കുന്നില്ല. മറ്റൊരു വിമർശനം കൂടി ഇതിനിടയിൽ ഉയരുന്നുണ്ട്. ഈ ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിൽ 2 താരങ്ങളുടെ ആത്മവിശ്വാസമാണ് പൂർണ്ണമായി ടീം മാനേജ്മെന്റ് നശിപ്പിച്ചു കളഞ്ഞത് എന്നാണ്. ഒന്ന് സഞ്ജു സാംസന്റെയും മറ്റൊന്ന് വൈഭവ് സൂര്യവംശിയുടെയും. സഞ്ജു സാംസനെ ഒഴിവാക്കിയാണ് വൈഭവ് സൂര്യവംശിയെ കൊണ്ടുവന്നത്. എന്നാൽ അദ്ദേഹത്തിന് 3 മത്സരങ്ങൾക്ക് ശേഷം അവസരം നിഷേധിപ്പിച്ചു. അതിനുശേഷം സഞ്ജുവിനെ ടീമിൽ കൊണ്ടുവന്നു. മികച്ച തുടക്കം തന്നെയാണ് സഞ്ജു നൽകിയത്. പക്ഷേ ഈ 2 താരങ്ങളുടെയും ആത്മവിശ്വാസമാണ് ഈ ടൂർണമെന്റോടെ ഇന്ത്യൻ മാനേജ്മെന്റ് തകർത്തു കളഞ്ഞത്.